ഇന്ന് മാർച്ച് മാസം 3-ാം തീയതി തിങ്കളാഴ്ച മലബാർ സഭയുടെ വലിയൊരു തിരുനാൾ ദിവസമാണ്. വിഭൂതി തിങ്കളാഴ്ചയാണ്. നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ അടയാളപ്പെടുത്തലാണ് ഈ തിരുനാൾ. നമ്മളുടെ സഭയിൽ തിങ്കളാഴ്ചയും ലത്തീൻ സഭയിൽ ബുധനാഴ്ചയുമാണ് ഈ കർമ്മങ്ങൾ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. നെറ്റിയിൽ ഭസ്മം പൂശുക എന്നതാണ് പ്രതീകാത്മകമായിട്ട് നമ്മൾ ഇവിടെ നടത്തുന്ന അനുതാപ ശുശ്രൂഷ. നെറ്റി എല്ലാവരും കാണുന്ന സ്ഥലമാണ്. എല്ലാവരും ഇത് കാണണം. നമ്മുടെ ജീവിതത്തിൽ എന്തോ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് എന്ന്. അതുകൊണ്ടാണ് ഏതു മനുഷ്യനും ആദ്യം മുഖത്ത് നോക്കി നെറ്റിയിൽ നോക്കുമ്പോൾ നമ്മളൊരു പുതിയ കാഴ്ചപ്പാടിലേക്ക് മാറുന്നു എന്നുള്ളത് കൊണ്ട് ഒരു സുവിശേഷവൽക്കരണത്തിൻ്റെ ചിന്ത കൂടെ അതിൽ ഉണ്ട്. നെറ്റിയിൽ ഭസ്മം പൂശുമ്പോൾ നമുക്കത് അനുതാപത്തിൻ്റെയും മനസ്സാന്തരത്തിൻ്റെയും അടയാളമായിട്ട് മാറണം. ഹൃദയ പരിവർത്തനം നടത്തി കർത്താവിലേക്ക് തിരിച്ചു വരിക എന്നുള്ള ആ ഒരു വലിയ കാഴ്ചപ്പാടാണ് സഭ ഇവിടെ നമുക്ക് വേണ്ടി നൽകുന്നത്. വലിയ ധാർമ്മിക ചിന്തകൾ ഈ ചെറിയ സിംബോളിക്കായിട്ടുള്ള കാര്യത്തിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. ചാരം പൂശല് പ്രധാനമായിട്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യ നീ പൊടിയാകുന്നു. ഒരു പൊടിയാണല്ലോ നമ്മൾ ശിരസ്സിലോ അല്ലെങ്കിൽ നെറ്റിയിലോ പൂശുന്നതും അല്ലെങ്കിൽ വരയ്ക്കുന്നതും. നമ്മളും ഇതുപോലെ പൊടിയാണ്, പൊടി മാത്രമാണ്, പൊടിയിലേക്ക് തിരിയേണ്ടവരാണ്. പക്ഷേ ആ പൊടിയിൽ നിത്യത നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. ആ പൊടിയിലാണ് നമ്മുടെ ആത്മാവ്. അതുകൊണ്ട് നമ്മൾ മനസ്തപിക്കണം. പാപത്തെ ഓർത്ത് ജോബ് ചാരം പൂശി ചാക്കൊടുത്ത് ഉപവസിച്ചു. ദാനിയേല് ചാക്കൊടുത്ത് ചാരം പൂശി ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. സ്വന്തം പാപപരിഹാരത്തിനായി അനുദപിച്ച് വസ്ത്രം കീറി ചാക്കൊടുത്ത് തലയിൽ ചാരം പൂശി ഇസ്രായേൽക്കാർ ഉപവസിച്ചു. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ അടയാളം ഇന്ന് സഭ നമ്മളിൽ വരയ്ക്കുമ്പോൾ നമ്മുടെ കർത്താവിലേക്ക്, നമ്മിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക്, ധർമാനുഷ്ഠാനങ്ങളിലേക്കെല്ലാം തിരിയാനുള്ള ഒരു അവസരമാണ്. ആ ഒരു ആത്മീയമായ അർത്ഥം നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ നിന്ന് കണ്ടെത്തണം. വിശുദ്ധനായ അംബ്രോസ് സഹപ്രവർത്തകർക്ക് എഴുതി, നമ്മുടെ നിക്ഷേപങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള സ്ഥലം പാവപ്പെട്ടവൻ്റെ പോക്കറ്റും വിധവയുടെ ഭവനവും വിശക്കുന്നവൻ്റെ വയറുമാണ്. ആദ്യമായി സഭ കണ്ട വലിയൊരു സഭാവിജ്ഞാനീയം അതായിരുന്നു. ആർക്കെങ്കിലും സമ്പത്ത് കൂടുതലുണ്ടെങ്കിൽ അത് സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ അത് അർത്ഥപൂർണമാക്കുന്നത് പാവപ്പെട്ടവൻ്റെ പോക്കറ്റിലും വിധവയുടെ വീട്ടിലും വിശക്കുന്നവൻ്റെ വയറുമായിട്ട് നമ്മളത് കൊടുക്കുമ്പോഴാണ്. ഉപവസിക്കുക എന്നാൽ
മലഹമാരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നാണ്. ഇന്ന് നോമ്പ് ആരംഭിക്കുന്നു. ഇന്ന് ഉപവാസ ദിനമാണ്. മാംസവർജനം നടത്തുന്നു എന്ന് മാത്രമല്ല, നമ്മൾ ഉപവസിക്കുകയും കൂടെ ചെയ്യേണ്ട ദിവസമാണ്. പഴയ നിയമത്തിൽ യഹൂദന്മാര് പരക്കെ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് അടക്കപ്പെട്ട മോശയും എടുക്കപ്പെട്ട ഏലിയായും. രണ്ടും ദൈവം ചെയ്ത കാര്യമാണ്. ദൈവം നേരിട്ട് വന്നാണ് മോശയെ അടക്കിയത്. മൃതസംസ്കാര ശുശ്രൂഷയുടെ കാർമ്മികൻ. അതുകൊണ്ട് മോശയുടെ കുടീരം എവിടെയാണെന്നോ കല്ല പ്രാർത്ഥനകളുണ്ടോ എന്നോ ഒന്നും നമുക്കറിയത്തില്ല. അത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. എലിയ പ്രവാചകൻ എടുക്കപ്പെട്ടവനാണ്. ദൈവമാണ് എടുത്തത്. ഈ രണ്ട് വ്യക്തികള്, അടക്കപ്പെട്ടവനും എടുക്കപ്പെട്ടവനുമായ മോശയും എലിയായും, നമുക്ക് ജീവിതത്തിൽ എന്നും മാതൃകയാണ്. അവർ വഴിയാണ് നിയമത്തിൻ്റെയും ആത്മീയതയുടെയും എല്ലാം കൽപ്പനകൾ ദൈവം നമുക്ക് നൽകുന്നത്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ആത്മാവ് മരുഭൂമിയിലേക്ക് ഈശോയെ നയിച്ചു. തമ്പുരാന്റെ നോമ്പുകാലത്തെക്കുറിച്ചുള്ള കുറിപ്പാണത്. മരുഭൂമിയിലേക്ക് ഈശോ പോകുന്നത്. അവിടെ മൃഗങ്ങളും മലഹമാരും മനുഷ്യരും എല്ലാം ഉണ്ട്. മൃഗീയ വാസനകളെല്ലാം ദൈവിക വാസനകളായി പരിവർത്തനം ചെയ്യപ്പെടേണ്ട കാലമാണ് നോമ്പുകാലം. മരുഭൂമിയിലേക്ക് നമ്മളും പോവുകയാണ്. ഏകാന്തതയിലേക്ക് നമ്മളും പോവുകയാണ്. ദാനിയേലിന്റെ നോമ്പ് മെരുക്കിയത് മൃഗരാജാവായ സിംഹത്തെയാണ്. വെറുതെ പാറ്റായോ പല്ലിയോ ഒന്നുമല്ല. അതാണ് നോമ്പിന്റെ ഗുണം. മൃഗങ്ങളിൽ രാജാവായ സിംഹത്തെ മെരുക്കാൻ സാധിച്ചു. ഗുണപരമായ പരിവർത്തനത്തിന് വേണ്ടിയാണ് നമ്മൾ പോരാടുന്നത്. കണ്ണും കാതും തുടങ്ങി ശരീരത്തിന് 9 വാതിലുകളുണ്ട്. ആ 9 വാതിലുകൾക്കും കാവൽക്കാരെ നിർത്തേണ്ട കാലഘട്ടമാണ് നോമ്പുകാലമെന്ന് മരുഭൂമിയിലെ പിതാക്കന്മാര് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കനായിലെ കല്യാണ വീട്ടിൽ 6 കൽഭരണികളായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഈശോ ഒരു ദൗത്യം അവർക്ക് നൽകി. ഭരണികളിൽ വെള്ളം നിറയ്ക്കുക ഒരു ജോലിയാണ്. വലിയ കൽഭരണികളാണ്. നോമ്പിന്റെ 6 ആഴ്ചകളും 6 കൽഭരണികളിലേക്ക് നമ്മൾ വെള്ളം പകർന്നാൽ നമുക്ക് വലിയ ഉന്മേഷം ഉണ്ടാവും. കർത്താവ് പറഞ്ഞ ആ ശുശ്രൂഷ, പരിശുദ്ധ മറിയം ആഗ്രഹിച്ച ആ ശുശ്രൂഷ നമ്മളും ചെയ്യുകയാണ്. ഭരണികളിൽ വെള്ളം നിറയ്ക്കണം. നമ്മൾ ഒരുപാട് ഓടി വ്യാകുലപ്പെട്ട് തിരക്കിൽപ്പെട്ട് ഒഴുകി വറ്റി വരണ്ട് പോവുകയാണ്. ഒന്ന് തടുത്തു നിർത്താനായിട്ട് ആരുമില്ല. ഞാൻ കരുതുന്നത് കലായിൽ ഈശോ പറഞ്ഞത്, ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒന്ന് നിൽക്ക്, അല്പസമയം നിങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്ക്, നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് കടക്കാനായിട്ട് പരിശ്രമിക്കുക. ഒഴുകിപ്പോയ എല്ലാ കാര്യങ്ങളെയും ഒന്ന് കോരിയെടുത്ത് നാം ഓരോരുത്തരുമാകുന്ന കൽഭരണികളിൽ ഒന്ന് സൂക്ഷിച്ചു വയ്ക്കുക.
നമ്മൾ ഒഴുകുമ്പോൾ ഓടുമ്പോൾ പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ല, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ മഹത്വം മാത്രമായിരിക്കും ചിന്തിക്കുന്നത്. അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് അമ്മ പറയുമ്പോൾ അത് വലിയ കാര്യമാണ്. തീർച്ചയായും ഈ നോമ്പുകാലത്ത് നമ്മുടെ ഓരോരുത്തരുടെയും മിശിഹാനുകരണം വീര്യമുള്ളതായി തീരണമെങ്കിൽ നാം ഓരോരുത്തരുമാകുന്ന കൽഭരണികളിൽ വെള്ളം നിറയ്ക്കണം. കനായിലെ വെള്ളം വീര്യമുള്ള വീഞ്ഞായി മാറി. കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മളിൽ നിന്ന് ഒഴുകി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മീയതയും ദൈവവിചാരവുമെല്ലാം ഒന്ന് കോർത്തിണക്കി തടുത്തു നിർത്തി നമ്മുടെ ഉള്ളിൽ ഒന്ന് കൊണ്ടുവന്ന് 50 ദിവസങ്ങൾ പ്രാർത്ഥനയുടെ വിഷയമാക്കിയെടുത്താൽ വീര്യമുള്ള ക്രിസ്ത്യാനിയാവും. നമുക്കതാണ് ഇന്ന് ഏറ്റവും ആവശ്യം. നമുക്കൊരു വലിയ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. 50 ദിനരാത്രങ്ങൾ സാമാന്യം നല്ല ദൂരമാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് കണക്കുകൂട്ടലുകൾ ഇതിനാവശ്യമാണ്. യാത്രയ്ക്ക് പോകുമ്പോൾ കുട്ടികളും മുതിർന്നവരുമൊക്കെ പൊതിച്ചോറുകൾ അല്ലെങ്കിൽ പാക്കേജ് ഒക്കെ കൊണ്ടുപോകാറുണ്ട്. സഭ ഈ 50 ദിവസം നമ്മൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പൊതിച്ചോറാണ് ഇന്നത്തെ അടയാളത്തിൽ നമ്മുടെ നെറ്റിയിൽ സഭ സ്ലീവ വരയ്ക്കുമ്പോൾ നമുക്ക് നൽകുന്നത്. ഈ സ്ലീവയാണ് നമ്മളുടെ പടച്ചട്ട. അതാണ് മനസാന്തരത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ശുശ്രൂഷകളുടെയും അടയാളമായിട്ടുള്ളത്. ശുബുക്കോന എന്ന് സുറിയാനിയിൽ പണ്ട് നമ്മൾ പറയുമായിരുന്നു. ഈ ശുശ്രൂഷ നമ്മുടെ അന്തരംഗത്തേക്ക് കടന്നു വരേണ്ടതാണ്. നെറ്റിയിൽ വരയ്ക്കപ്പെടുന്ന കുരിശ് അവിടെ ക്ഷമയും കരുണയും പരസ്പര സ്നേഹവും എളിമയും വിശ്വസ്തതയും എല്ലാം ഒന്നിക്കണം. ആ കുരിശിൻ്റെ കൂട്ടുകറികളാണ് അതെല്ലാം. കറികളൊന്നുമില്ലാതെ നമ്മൾ വിരുന്നുണ്ണുകയില്ല. ഞാനീ പറഞ്ഞ 6-7 കാര്യങ്ങൾ നെറ്റിയിൽ നിങ്ങൾ സ്വീകരിക്കുന്ന ആ സ്ലീവായുടെ കൂട്ടുകറികളാണ്, അച്ചാറുകളാണ്, രുചിയുള്ള കാര്യങ്ങളാണ്. അതാണ് നമ്മളോട് സംസാരിക്കുന്നത്. നോമ്പുകാലത്ത് നാം എന്താണ് കഴിക്കേണ്ടത്, എന്താണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത് എന്ന്. അങ്ങനെ നമുക്ക് ദൈവത്തെ ഓർത്ത് പ്രാർത്ഥിച്ച് നിലവിളിച്ച് ജീവിക്കേണ്ട കാലമാണിത്. ഈശോയുടെ പീഡാസഹനത്തിൽ കോഴി കൂവുന്ന ഒരു സംഭവം പത്രോസിന് വേണ്ടി നമ്മൾ വായിക്കാറുണ്ടല്ലോ. ഗാഡ്ലൂസ് കന്താത്ത് എന്ന് ലത്തീനിൽ പറയും. കോഴി കൂകി. അതൊരു ഓർമ്മപ്പെടുത്തലാണ്, അതൊരു വിലാപമാണ്, അതൊരു വിളംബരമാണ്, അതൊരു താക്കീതാണ്. അത് പത്രോസിന് മനസ്സിലായി. അതുകൊണ്ടാണ് അസമയത്ത് കേട്ട ഒരു വിളംബരം, ഒരു വലിയ നിലവിളി, ഒരു കൂവല്, അത് തനിക്ക് വേണ്ടിയാണെന്ന് പത്രോസ് മനസ്സിലാക്കിയത്. അപ്പോൾ അവൻ കരഞ്ഞു. കരഞ്ഞപ്പോൾ ഈശോയുടെ ഹൃദയത്തിൽ വീണ്ടും അവസരം കിട്ടുകയാണ്. നോമ്പുകാലം ഈ ഗാഡ്ലൂസ് കന്താത്താണ്. ഇന്ന് നമ്മുടെ നെറ്റിയിൽ സ്വീകരിക്കുന്ന ആ സ്ലീവ ഈ ഓർമ്മപ്പെടുത്തലാണ്. നമ്മെ തന്നെ കാണാനും മനസ്സിലാക്കാനും കർത്താവിൻ്റെ കൂട്ടത്തിലാണെന്ന് ഉറപ്പുവരുത്താനുമെല്ലാം. ഈ നാളുകളിലെല്ലാം വളരെയേറെ പ്രതിസന്ധികൾ നമ്മളുടെ
സഭയും സമുദായവും വിശാല സമൂഹവും അനുഭവിക്കുന്നുണ്ട്. ഏത് മേഖലയിൽ നോക്കിയാലും ഒരു ബാബേൽ സിൻഡ്രോം രോഗാവസ്ഥ പിറക്കുന്നതുപോലെ കാണാം. ഒരു തരം ചിതറിക്കപ്പെടലാണത്, സ്നേഹക്കുറവാണത്, ഒരുമയില്ലാത്തതിൻ്റെ അടയാളമാണ്. ബാബേല് അതായിരുന്നല്ലോ. അവിടെ ഒന്നും മനസ്സിലാകുന്നില്ല, പണിയുന്നുണ്ടെങ്കിലും പണിയൊട്ടും മുമ്പോട്ട് പോകുന്നില്ല. ബാബേൽ സിൻഡ്രോം നമ്മെ വല്ലാതെ കയറി ആക്രമിക്കുന്നുണ്ട്. മദ്യവും മയക്കുമരുന്നും കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ തുള്ളിച്ചാടുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് എന്തു പറ്റി എന്ന് ഈ നാളുകളിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആർക്കും അതിന് കൃത്യമായി ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. ആരെങ്കിലും ഒരു വിഭാഗം എവിടെയെങ്കിലും കൂടി മറ്റുള്ള എല്ലാവരെയും ചീത്ത വിളിക്കുന്ന ഒരു പ്രവണതയാണ് അക്കാര്യത്തിലും കണ്ടുവരുന്നത്. ഇവിടെ മാതാപിതാക്കളും അധ്യാപകരും വൈദികരും സമർപ്പിതരും രാഷ്ട്രീയക്കാരും സിനിമാക്കാരും സാംസ്കാരിക വേദിക്കാരും എല്ലാം ഒന്നിച്ച് ഇരുന്ന് ചർച്ച ചെയ്ത് നല്ല തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ നമ്മുടെ ഈ കുട്ടികളെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഏതെങ്കിലും ഒരു സാറിനോ ഏതെങ്കിലും ഒരു അച്ഛനോ മാത്രം നോക്കിയാൽ കാര്യം നടക്കില്ല. ഇതിൻ്റെ കാരണങ്ങളൊന്നും അവരുടെ കൈകളിലല്ല. കാരണങ്ങൾ സൃഷ്ടിക്കുന്ന സംവിധാനങ്ങളുമായിട്ട് സംവാദം നടത്താൻ നമുക്ക് ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം തിന്മകളെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സാധാരണ നിങ്ങൾ കൂടുതൽ സിനിമ കാണുന്നവരായിരിക്കുമല്ലോ. പല സിനിമകളിലും പ്രശ്നപരിഹാരം കൊലപാതകമാണ്. ഏതോ ഒരു വലിയ ആളിനെ രക്ഷിക്കാൻ ഇന്ന് രണ്ടുപേരെ കൊന്നുകളയാം. അപ്പോൾ ആളിനെ രക്ഷിച്ചു, സിനിമയും വിജയിച്ചു. അപ്പം നമ്മളിതൊക്കെ ഗൗരവതരമായിട്ട് പഠിക്കണം, ചർച്ച ചെയ്യണം. നമ്മളുടെ ചാനലുകളിലും മറ്റ് കലാവേദികളിലുമൊക്കെ അരങ്ങേറുന്ന കാര്യങ്ങൾ മനോബലം കുറഞ്ഞ കുട്ടികൾ അതുപോലെയാണ് ചെയ്യേണ്ടതെന്ന് കരുതി അത്തരം സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ നാളുകളിൽ കണ്ട പല കാര്യങ്ങളും പബ്ലിക്കായിട്ട് പുറത്തു വന്നത്. ആർക്കും ആരെയും കൊല്ലാൻ മടിയില്ലല്ലോ. അപ്പൻ അമ്മയെയോ അമ്മയ്ക്ക് ഭർത്താവിനെയോ മരുമകളെയോ ആർക്കും പേടിയില്ല. ചിഹ്നം വിളിക്കുകയാണ്, ചവിട്ടിമെതിക്കുകയാണ്. അതുകൊണ്ട് നോമ്പിലേക്കും പ്രാർത്ഥനയിലേക്കും കടക്കുന്ന നമ്മുടെ സമൂഹത്തിൽ വിശേഷവിധിയായിട്ട് ഈ കഴിഞ്ഞ ഒരു മാസം 4-5 ആഴ്ചകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കൊല സംസ്കാരം, അതിലേക്ക് നമ്മൾ ഗൗരവതരമായിട്ട് ഇറങ്ങി ചിന്തിക്കണം. ഏതെങ്കിലും ഒരു വർഗത്തെ കുറ്റപ്പെടുത്തി നമ്മൾ മാറി നിൽക്കരുത്. നമ്മളുടെ കണ്ണുകൾക്ക് തിമിരം ബാധിക്കരുത്. തിമിരം ബാധിച്ചവരാണ് അനാവശ്യമായിട്ട് ഇത്തരം പ്രവണതകളിലേക്ക് പോകുന്നത്. അശ്ലീല വാക്കുകളിലേക്ക്, വളരെ മോശമായ വീഡിയോകളിലേക്ക്, മനസ്സിൻ്റെ സമതല തെറ്റിക്കുന്ന സമ്മേളനങ്ങളിലേക്ക് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വലിയ മനസ്സാന്തരം ഉണ്ടാകണം, തിരിച്ചറിവുകൾ ഉണ്ടാകണം. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്. ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്തവരെ പോലെ നമുക്ക് ജീവിക്കാൻ ഒക്കെയില്ല. അതിനോട് പ്രതികരിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ ഒക്കെയില്ല. തർക്കേടില്ലാത്ത വിധത്തിൽ മാധ്യമക്കാർ ഇവിടെ ഇരിക്കുന്ന രണ്ടുപേരും വളരെ ഗൗരവതരമായിട്ടത് ചെയ്യുന്നുണ്ട്. ഈ മയക്കുമരുന്നിന് എതിരായിട്ടുള്ള ഒരു യുദ്ധ പരമ്പര
അതൊക്കെ നല്ല കാര്യമാണ്. അങ്ങനെ നമ്മുടെ നല്ല മാധ്യമ ശുശ്രൂഷ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ നമുക്ക് മാനസാന്തരമുണ്ടാകും. യോനാ പ്രവാചകന്റെ പ്രസംഗം കേട്ട് നിനിവേക്കാര് മാനസാന്തരപ്പെട്ടു. പക്ഷെ യോനാ മാനസാന്തരപ്പെട്ടില്ല. അതാണ് ഈ പ്രശ്നം. കുട്ടികളെ മാനസാന്തരപ്പെടുത്താം. സാറന്മാരും അച്ഛന്മാരും ടീച്ചേഴ്സും മാതാപിതാക്കളും മാനസാന്തരപ്പെട്ടില്ലെങ്കിലോ, നിനിവേക്കാര് മനുഷ്യരാണ്, അവർക്ക് കാര്യം പറഞ്ഞു മനസ്സിലായി. പക്ഷേ യോന മാനസാന്തരപ്പെടുന്നില്ല. പരിശുദ്ധ ബെനഡിക്ട് പിതാവ് ഒരിക്കൽ ചോദിച്ചു, ഈ യോനായുടെ പുസ്തകം വായിക്കുമ്പോൾ എനിക്കെന്നും അത്ഭുതം തോന്നുകയാണ്, ദൈവമേ ഈ യോന എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, മാനസാന്തരപ്പെടാതെ. കർത്താവിൻ്റെ കരുണ യാചിച്ചു വന്ന പാപിനിയായ സ്ത്രീ മാനസാന്തരപ്പെട്ടു. വിരുന്നൊരുക്കിയ ശിമോൻ മാനസാന്തരപ്പെട്ടില്ല. അതാണ് അവസ്ഥ. ധൂർത്തപുത്രന്റെ ഉപമയിൽ അനുജൻ മാനസാന്തരപ്പെട്ടു, ജ്യേഷ്ഠൻ മാനസാന്തരപ്പെടുന്നില്ല. അതാണ് സത്യം, അതാണ് അവസ്ഥ. അപ്പൊ ആ ഒരു പാരഡോക്സ് നമുക്കുള്ളിലും നമ്മുടെ വീട്ടിലും നമ്മുടെ സമൂഹത്തിലുമെല്ലാം കൂടുതലായിട്ട് നമ്മൾ കാണുകയാണ്. ഈശോ വന്നു പറഞ്ഞ യഹൂദന്മാര് ചുരുക്കം ചിലരെ മാനസാന്തരപ്പെട്ടുള്ളൂ. ഈശോയിലേക്ക് വന്നവര് വിജാതീയരും പുറജാതിക്കാരുമൊക്കെയാണ്. ഈ സത്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഇന്നത്തെ നമ്മുടെ ഈ പ്രാർത്ഥനയും നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധീകരണത്തിൻ്റെ അടയാളം ചാരം ശുദ്ധീകരിക്കാനും കൂടെ വേണ്ടിയാണ്. പണ്ടൊക്കെ സോപ്പും ഒക്കെ ഇല്ലാതിരുന്ന കാലത്ത് ചാരം കൂട്ടിയായിരുന്നു നമ്മുടെ അമ്മമാരൊക്കെ വസ്ത്രങ്ങളൊക്കെ അലക്കിക്കൊണ്ടിരുന്നത്. ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്, അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയാണ്, അഴുക്ക് കളയാൻ വേണ്ടിയാണ്. ഈ വക കാര്യങ്ങളാണ് ഇന്ന് ഈ വലിയ നോമ്പിൻ്റെ അതിദിവസം, ഉപവാസ ദിവസം, വിഭൂതി തിങ്കളാഴ്ച നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത്. ഇന്നലെ നിങ്ങൾ കേട്ട ഇടയലേഖനവും ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ 10 മിനിറ്റ് നേരത്തെ സന്ദേശവും ഈ നോമ്പ് കാലത്ത് നിങ്ങൾക്ക് ഒരു ഗൈഡ് ലൈൻ പോലെ നിങ്ങളത് സ്വീകരിക്കണം. ഇടയലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രായോഗികമായ കാര്യങ്ങൾ സാധിക്കുന്നിടത്തോളം നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ അനുഗ്രഹീതമായ 50 ദിവസങ്ങൾ നമുക്കുണ്ടാകട്ടെ. കർത്താവിൻ്റെ കൂട്ടത്തിലാണെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. നോമ്പുകാലം പ്രതീക്ഷയിൽ ദൈവത്തിൻ്റെ കരം പിടിച്ച് മനുഷ്യർ നടക്കുന്ന കാലഘട്ടമാണ്. അതാണ് നോമ്പുകാലം. 50 ദിവസങ്ങൾ നമുക്ക് പ്രതീക്ഷയിലായിരിക്കാം, ദൈവത്തിൻ്റെ കരം പിടിച്ച് നമുക്ക് യാത്ര ചെയ്യാം. പരിശുദ്ധ അൽഫോൻസാമ്മ നമ്മെ എല്ലാവരെയും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കൃപ വാങ്ങിച്ച് നമ്മെ ധൈര്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും.